ഹലോ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ NCERT എക്സസൈസ് 10.15 അല്ലെങ്കിൽ 15th ക്വസ്റ്റ്യൻ ഫ്രം ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2-3 തവണ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. ഈ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് നമ്മളോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി ആണ് 40 മീറ്റർ പെർ സെക്കൻഡ്. ടേക്കിംഗ് ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കുറച്ചുകൂടി പ്രോബ്ലം നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ 10 എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലത്തിൽ അഥവാ ജിയുടെ വാല്യൂ 10 എടുക്കാമെന്ന് നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെപ്പോഴും 9.8 വേണം എടുക്കാൻ. ഓക്കെ, ദെൻ ഫൈൻഡ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. അപ്പോൾ നേരത്തെ കണ്ടത്, മുമ്പുള്ള പ്രോബ്ലങ്ങളിലൊക്കെ കണ്ട പോലെ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് അല്ലേ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. ദെൻ വാട്ട് ഈസ് ദ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സ്റ്റോൺ. എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എത്രയാണ് ഡിസ്റ്റൻസ്, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എടുത്തെഴുതാം. നമുക്കിവിടെ ഞാൻ പറഞ്ഞു, ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് യു ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്താണ്, സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും അല്ലേ, മേലേക്ക് പോകുമ്പോൾ നെഗറ്റീവ്, താഴേക്ക് വരുമ്പോൾ പോസിറ്റീവ്. ഓക്കെ, ജി തന്നിട്ടുണ്ട്. വാട്ട് യു ഹാവ് ടു ഫൈൻഡ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് എത്രയാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഒരു മേലേക്ക് എറിഞ്ഞ ഒരു കല്ലിൻ്റെ കേസിൽ വൺ മോർ ഇൻഫർമേഷൻ അവിടെ ഉണ്ട്. എന്താണത്, മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും, 0 ആയിരിക്കും. അതായത് ഫൈനൽ വെലോസിറ്റി, ഏറ്റവും മേലെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയി. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു, എസ് ആയിരുന്നു. അപ്പോൾ ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, യു ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, വി ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. എസ് ഈസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറും വി ഈസ് ഈക്വൾ ടു യു പ്ലസ് എ ടിയും ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ടൈം തന്നിട്ടില്ല. പിന്നെ ഏതേ ബാക്കിയുള്ളൂ, വി സ്ക്വയർ ഈസ് ഈക്വൾ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എസ്സിനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷന് തന്നെ ആദ്യം എസ്സിനുള്ള ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതിയാവും കേട്ടോ. ചില കുട്ടിക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഓരോ പ്രോബ്ലത്തിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വി സ്ക്വയർ, യു സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണേ. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൾ ടു 2as. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് ആണല്ലോ, അപ്പോൾ എസ്സിനെ മാത്രം ഇവിടെ വെക്കുക, എസ്സിനെ മാത്രം ഇവിടെ വെച്ചു. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, ഈ 2aനെ എന്ത് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ എസ്സിനുള്ള ഇക്വേഷൻ കിട്ടി, എസ് ഈസ് ഈക്വൾ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് ഈസ് ഈക്വൾ ടു എത്രയായിരുന്നു, വി 0 ആയിരുന്നു, മൈനസ് 40 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10. ഈ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ് അല്ലേ, ആക്ച്വലി ഈ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എക്ക് പകരം -10 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എക്ക് പകരം -10 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, മൈനസ് ഈ നമ്പറിൻ്റെ സ്ക്വയറിനാണ് മൈനസ് കേട്ടോ. അപ്പോൾ എത്ര വരും, നമുക്ക് ഇവിടെ 40 ഇൻറ്റു 40 എന്ന് എഴുതുന്നതാണ് നല്ലത്, കാരണം ഇവിടെ താഴെ ഒരു 2ഉം 10ഉം ഒക്കെ ഉണ്ടല്ലോ, ക്യാൻസലായി പോകാനുള്ള സാധ്യത കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഡിവൈഡഡ് ബൈ -20 എന്ന് വരും. മൈനസും മൈനസും അങ്ങ് ക്യാൻസലായി പോകും. 20 40ൽ 2 ടൈംസ് ഉണ്ട്, യു വിൽ ഗെറ്റ് മൈനസും മൈനസും ക്യാൻസലായേ. അപ്പോൾ എത്ര കിട്ടും, എസ് ഈസ് ഈക്വൾ ടു 80 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് എത്രയാണ്, 80 മീറ്റർ ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സ്റ്റോൺ. അതായത് നമ്മൾ കല്ല് മേലേക്ക് പോയി താഴേക്ക് വന്നു എന്ന് വിചാരിക്കുക, അതാണ് അതിൻ്റെ ടോട്ടൽ പാത്ത് അല്ലേ, അതാണ് അതിൻ്റെ ഇവിടുത്തെ ടോട്ടൽ പാത്ത് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഒരാൾ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മേലേക്ക് പോയി തിരിച്ച് അതേ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ അല്ലേ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഇനീഷ്യൽ പൊസിഷനും, അതായത് പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലത്തിൽ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു അസ്യൂം ചെയ്യുകയാണ്. സാധാരണ ഒരു കല്ല് മേലേക്ക് എറിഞ്ഞാൽ അതേ സ്ഥലത്ത് തിരിച്ചെത്തണം എന്നില്ല, പക്ഷെ നമ്മളൊരു ഐഡിയൽ കേസ് അസ്യൂം ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അതേസമയം
ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര വരും? അത് എത്രത്തോളം ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ മേലേക്ക് 80 മീറ്റർ ട്രാവൽ ചെയ്തു, താഴേക്കും 80 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര വരും? 80 + 80 160 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, താങ്ക് യു.